വെൽക്കം ടു ചാനൽ. അപ്പോൾ നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നമ്മുടെ മാക്ബുക്കിൻ്റെ ഒരു റിവ്യൂ ആണ്. നമ്മളിപ്പോൾ ഉപയോഗിച്ച് തുടങ്ങിയിട്ട് ഓൾമോസ്റ്റ് ഒരു 6 months ആയിട്ടുണ്ട്. എന്താ വെച്ചാൽ നമ്മളിത് കുറേ പേര് ഇത് ആർക്കൊക്കെ എടുക്കാം, ആർക്കൊക്കെ ഇത് എടുത്താൽ ഉപയോഗം ഉണ്ടായിരിക്കും, ആർക്കൊക്കെ എടുത്താൽ ഇത് വെറുതെ കട്ടപ്പുറത്തിരിക്കും, അതൊക്കെയാണ് നമ്മളിത് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. പ്രത്യേകിച്ച് നിങ്ങളൊരു വിൻഡോസ് യൂസർ ആണെങ്കിൽ ഇത് നിങ്ങൾക്ക് എടുത്താൽ എന്താ ഇഷ്ടമാകുമോ അതൊക്കെ നമ്മൾ ഞാൻ ആക്ച്വലി പറഞ്ഞില്ല, എൻ്റെ കാര്യത്തിൽ പറഞ്ഞാൽ നമ്മളൊരു ഹാർഡ് കോർ വിൻഡോസ് യൂസർ ആയിരുന്നു. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് മാക്ബുക്കാണ്. ഇതിന് മുമ്പ് ഞാൻ മാക്ബുക്ക് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും കമ്പനി ബേസ്ഡ് അങ്ങനെയായിട്ട് ഉപയോഗിച്ചിട്ടുണ്ടെങ്കിലും, പക്ഷേ നമ്മൾ ഒരു മാക്ബുക്ക് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, അല്ലെങ്കിൽ ഒരു മാക് ഓയസ് ഓൺ ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെൻ്റെ ഫസ്റ്റ് മാക് ഓയസ് ആണ്, അല്ലെങ്കിൽ ഒരു മാക്ബുക്കാണ്, അല്ലെങ്കിൽ ഒരു മാക്കിൻ്റെ കമ്പ്യൂട്ടർ ആണെന്നൊക്കെ വേണമെങ്കിൽ പറയാം. അപ്പോൾ അതിൻ്റെ ബേസിലാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ ആക്ച്വലി ഫസ്റ്റ് എടുത്തിട്ടുണ്ടായിരുന്നത് 8GB 512GB വേരിയൻ്റ് ആയിരുന്നു. അതിനുശേഷം ഞാൻ അത് ആക്ച്വലി എൻ്റെ ഫ്രണ്ട് ചോദിച്ചിട്ട് ഞാൻ കൊടുത്തു. എനിക്കത് അത്രയ്ക്കും അത് ഓഫറിൽ എനിക്ക് ഓൾമോസ്റ്റ് ഒരു അത്രയ്ക്കും ഓഫറിലാണ് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിന് ശേഷം ഞാൻ അതിൻ്റെ ആ മാക്ബുക്ക് എയർ തന്നെ M1 തന്നെ നമ്മൾ 16GB 512GB വേരിയൻ്റ് എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഓൾമോസ്റ്റ് എനിക്കൊരു 1 hour ഒക്കെ ആയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേർത്താണ്. സെയിം 2 സിൽവർ മോഡൽ തന്നെ എടുത്തത്. എനിക്ക് വേറെ ബാക്കി കളറൊന്നും ഇഷ്ടമായില്ല. ഗോൾഡൊക്കെ ഭയങ്കര ഓവറായിട്ട് തോന്നിയത്. പിന്നെ ഉള്ളത് ഒരു ഇത് ഗ്രേ ആണ്, സിൽവർ അല്ല കേട്ടോ. പിന്നെ സിൽവറാണ്, അത് തന്നെ ഭയങ്കര വൈറ്റ് പോലെ തോന്നും. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ആണ് നമ്മൾ പറയാൻ പോകുന്നത്, ഒരു 6 months ഉപയോഗിച്ച് തുടങ്ങിയിട്ടുള്ളത്. അപ്പോൾ എൻ്റെ ഒരു റിവ്യൂവിൽ ആക്ച്വലി ഞാൻ ഹാപ്പി അല്ലെങ്കിൽ സാറ്റിസ്ഫൈഡ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ സാറ്റിസ്ഫൈഡ് അല്ല എന്ന് തന്നെ പറയുള്ളൂ. അപ്പോൾ നിങ്ങൾക്കറിയായിരിക്കും, ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമ്മൾ വിൻഡോസ് ഹാർഡ് യൂസർ ആയിരുന്നു. അപ്പോൾ ഒരു വിൻഡോസ് ഹാർഡ് കോർ യൂസറിനെ ശരിക്കും ആക്ച്വലി മാക് ഓയസ് ശരിക്കും സത്യം പറഞ്ഞാൽ ഇഷ്ടപ്പെട്ടില്ല. എന്നുവെച്ചാൽ അത്രയും യൂസർ ഫ്രണ്ട്ലി അല്ല സാധനം. ഇത് പഠിച്ചു വരാൻ തന്നെ കുറച്ച് ടൈം എടുക്കും. പിന്നെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഞാൻ ഓൾറെഡി മുമ്പ് നമുക്ക് ഓഫീസ് ടൈമിലും സംഭവത്തിലൊക്കെ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് വലിയ ഒരു ഡിഫറൻസ് തോന്നിയില്ലെങ്കിലും, പക്ഷേ നമ്മൾ വിൻഡോസ് ഉപയോഗിച്ച ഈ സാധനം ഉപയോഗിക്കുമ്പോൾ ഞാൻ രണ്ടും ഉപയോഗിക്കുന്നുണ്ട്. എൻ്റെ ഡെസ്ക്ടോപ്പും എൻ്റെ വേറെ ആസൂസിൻ്റെ ഒരു ഗെയിമിംഗ് ലാപ്ടോപ്പും ഉണ്ട്, ടഫ് സീരീസിൽ. അപ്പോൾ അതും രണ്ടും വിൻഡോസിൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ട് പിന്നെ ഇതിലേക്ക് വരുമ്പോൾ പിന്നെ ഭയങ്കര ആകെ ഒരു ഡിഫറൻസ് ആണ്. എന്നുവെച്ചാൽ ഭയങ്കര ഒരു എല്ലാം ഇങ്ങനെ തിരിഞ്ഞു പിടിക്കുന്ന പരിപാടിയില്ലേ, ആ സാധനമാണ് ഇതിൽ. നമുക്കത് ഐഫോൺ യൂസർ ആയാലും അത് തന്നെയാണ്. പിന്നെ ഞാൻ എടുക്കാൻ മെയിൻ കാരണം എന്താ വെച്ചാൽ നമ്മൾ ഐഫോണിലേക്ക് മാറിയാണ്, നമ്മുടെ പ്രൈമറി ഡിവൈസ് ഐഫോണിലേക്ക് മാറിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ സാംസങ് ഗാലക്സിയാണ് നമ്മൾ മറ്റേ എൻ്റെ സെക്കൻഡറി ആയിട്ട് ഉപയോഗിക്കുന്നത്. അപ്പോൾ അതും സെയിം തന്നെയാണ്. നമ്മൾ വിൻഡോസും മാക്കും കമ്പയർ ചെയ്ത് കഴിഞ്ഞാൽ അതേപോലെ തന്നെയാണ് നമ്മുടെ ആൻഡ്രോയിഡും iOS-ഉം. രണ്ടും ഓൾമോസ്റ്റ് സെയിം കമ്പാരിസൺ തന്നെയാണ് വരിക, സെയിം ആൻസേഴ്സ് തന്നെ എല്ലാവരും വരിക. അപ്പോൾ ഇതിൻ്റെ പ്ലസ് പോയിന്റ്സും മൈനസ് പോയിന്റ്സ് ഒക്കെയാണ് നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ പ്ലസ് പോയിന്റ് പറയാം. എനിക്ക് ഇഷ്ടപ്പെട്ട പ്ലസ് പോയിന്റ്സിലാണ് നമ്മൾ പറയുന്നത്. ഭയങ്കര ലൈറ്റ് വെയിറ്റ് ആണ്, കണ്ടു, സുഖമായിട്ട് എടുത്തുകൊണ്ട് നടക്കാം. ഇത് 13.3 ഇഞ്ചിൻ്റെ റെറ്റിന ഡിസ്പ്ലേ വരുന്ന ഒരു ലാപ്ടോപ്പാണ്. ലാപ്ടോപ്പ് നെറ്റ്ബുക്ക് എന്നൊക്കെ വേണമെങ്കിൽ പറയാം, എന്ന് വെച്ചാൽ അത്രയും ചെറുതാണല്ലോ. ഭയങ്കര പോർട്ടബിലിറ്റി സംഭവമാണ്. നമുക്കിപ്പോൾ നിങ്ങൾ യാത്രയും കാര്യങ്ങളൊക്കെ പോകുന്ന ടൈമിൽ ഇത് എടുത്തുകൊണ്ട് നടക്കാൻ സുഖമാണ്. രണ്ടാമത്തെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത് ബാറ്ററി ലൈഫ്. ഒടുക്കത്തെ ബാറ്ററി ലൈഫാണ്. എന്താ പറയുക, ബാറ്ററി കഴിയട്ടെ എന്ന് പറഞ്ഞ് തുറന്നു വെച്ചാലും കഴിയില്ല, അങ്ങനത്തെ ഒരു സ്ഥിതിയാണ്. ബാറ്ററി ഓൾമോസ്റ്റ് ഒരു 7 weeks ഒക്കെ നമുക്ക് 7 days ഒക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു മീഡിയം യൂസർ ആണെങ്കിൽ. ഹെവി യൂസറൊക്കെ ആണെങ്കിൽ നമുക്ക് 2 days 1.5 days ഒക്കെ നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട് കേട്ടോ. അതൊരു ഹൈലൈറ്റ് തന്നെയാണ്. നമുക്ക് ഇതിനൂടെ ബോക്സിൽ വന്നിരിക്കുന്നത് 30 watt ചാർജറാണ് വന്നിരിക്കുന്നത്. പിന്നെ ഹൈലൈറ്റ് എന്ന് പറയുന്നത് അടുത്ത പ്ലസ് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡിസ്പ്ലേ, കീഡു ഡിസ്പ്ലേ ആണ്, ഒരു രക്ഷയില്ല. പക്ഷേ ഞാൻ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് റെക്കമെൻഡ് ചെയ്യണം. ഇപ്പോൾ നിങ്ങൾക്ക് അറിയാം, ഇപ്പോൾ 15 ഇഞ്ചിൻ്റെ മാക്ബുക്ക് ഒക്കെ വന്നിട്ടുണ്ട്, 14 ഇഞ്ചിൻ്റെ ഉണ്ട്. അപ്പോൾ നിങ്ങൾ എടുക്കുകയാണെങ്കിൽ ഒരു 14 ഇഞ്ചോ 15 ഇഞ്ചോ എടുത്താൽ മതി. എന്താ വെച്ചാൽ 13.3 ഇഞ്ച് എന്ന് പറയുമ്പോൾ ഭയങ്കര ചെറുതാണ്. അപ്പം നമ്മൾ നോർമൽ ബാക്കിയുള്ള, ഇപ്പോൾ എൻ്റെ മോണിറ്റർ എന്ന് പറയുന്നത് 32 ഇഞ്ചിൻ്റെ മോണിറ്ററാണ് സാംസങ്ങിൻ്റെ. നമ്മുടെ ആസൂസിൻ്റെ ഗെയിമിംഗ് ലാപ്ടോപ്പ് എന്ന് പറയുമ്പോൾ അത് 15.5 ഇഞ്ചിൻ്റെയാണ്. അപ്പോൾ ഇതൊക്കെ വെച്ച് കമ്പയർ ചെയ്തിട്ട് പിന്നെ ഈ സാധനം ഉപയോഗിക്കുമ്പോഴേ നമ്മൾ ഇപ്പം ഇത് നമ്മുടെ സാംസങ്ങിൻ്റെ ടാബാണ്. അപ്പോൾ ഇത് വെച്ച് പറയുമ്പോൾ ഓൾമോസ്റ്റ് സെയിമാണ്. അപ്പോൾ ഒരു ലാപ്ടോപ്പിൻ്റെ ഫീൽ ഡിസ്പ്ലേക്ക് കിട്ടില്ല. പക്ഷേ ഡിസ്പ്ലേൻ്റെ ക്വാളിറ്റി കീടു സാധനമാണ് കേട്ടോ, അത് പറഞ്ഞാണ്ടിരിക്കാൻ വയ്യ. പിന്നെ ഒരു പ്ലസ് പോയിൻ്റാണ് ഇതിൻ്റെ സൗണ്ട്. ഇത്രയേ ഉള്ളൂ സാധനം, സ്ലിമാണ്, ഇതിനുള്ളിൽ ഒന്നും ഇല്ലെന്ന് തോന്നും. പക്ഷേ സൗണ്ട് ക്വാളിറ്റി, കീടു സൗണ്ട് ക്വാളിറ്റിയാണ്, ഭയങ്കര ലൗഡുമാണ്. ഇപ്പോൾ ഇതിൻ്റെയും ഇപ്പം ഞാൻ ആസൂസിൻ്റെ ടഫ് സീരീസിൻ്റെ അടുത്ത് കാണിച്ചൊരു മിനിറ്റിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ വയർസും കുറച്ച് സംഭവങ്ങളൊക്കെ കുറച്ച് കണക്റ്റഡാണ്. അപ്പോൾ ഇത് ഞാൻ ഊരിയിട്ടിട്ട് ഇതിൻ്റെയും അതിൻ്റെയും തടി ഞാൻ കാണിച്ചു തരാം. ഇതിലുണ്ടല്ലോ, നമുക്കറിയാം എല്ലാ ലാപ്ടോപ്പിന് സ്പീക്കറുണ്ട്. ഇതാണ് നമ്മുടെ ആസൂസിൻ്റെ ടഫ് സീരീസ് വരുന്ന ലാപ്ടോപ്പ്. ഓൾമോസ്റ്റ് 1 lakh വരുന്ന ഒരു അത്യാവശ്യം ഹൈ എൻഡ് മോഡൽ തന്നെയാണ്. ഇതിൻ്റെ തടി കണ്ടോ, ഇതിൻ്റെ തടി ഇതിലുണ്ട്. നമുക്ക് 2 സ്പീക്കർ, 2-3 സ്പീക്കർ ഉണ്ട് ഇതിൽ. ഇതിൻ്റെ തടി നിങ്ങളൊന്ന് കമ്പയർ ചെയ്ത് നോക്കുക. എന്നിട്ട് ഇതിന് വരുന്ന സൗണ്ട് ഉണ്ടല്ലോ, ഇതിൻ്റെ ഒരു 30% പോലും അതിൽ സൗണ്ട് ഇല്ല. അതാണ് സത്യാവസ്ഥ. അപ്പോൾ അത്രയും കിടു ക്വാളിറ്റി സൗണ്ടാണ് ഇതിൽ വരുന്നത്. അതൊരു ഇടിവെട്ട് സംഭവം തന്നെയാണ്, അത് പറയാണ്ടിരിക്കാൻ വയ്യ.
എന്തായാലും നമ്മൾ പ്ലസിലേക്കൊക്കെ പറഞ്ഞു, ഇത്രയ്ക്കും പ്ലസ് തന്നെയുള്ളൂ. ഞാൻ എന്തെങ്കിലും മിസ് ചെയ്തിട്ടുണ്ടോയെന്ന് അറിയില്ല. ഇനി നമുക്ക് നെഗറ്റീവിലേക്ക് വരാം. എനിക്ക് ഫസ്റ്റായിട്ട് നെഗറ്റീവ് തോന്നിയത് മാക്OS ആണ്. macOS ഭയങ്കര, ഞാൻ പറഞ്ഞല്ലോ, എല്ലാം അങ്ങനെ മൂക്ക് പിടിച്ച് ചെയ്യുന്ന പരിപാടിയാണ്, എല്ലാം തലയിരിഞ്ഞ് പോകുന്ന പരിപാടിയാണ്. അത് iOS ആയിക്കോട്ടെ, അല്ല iOS പിന്നെയും കുറേയൊക്കെ അവർ ആൻഡ്രോയിഡിൽ നിന്ന് കട്ടെടുക്കുന്നുണ്ട് കുറേ ഫീച്ചേഴ്സ് നമ്മളൊക്കെ. macOS ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, വലിയ ഡിഫറൻസ് ഒന്നും വന്നിട്ടൊന്നുമില്ല. അപ്പോൾ macOSൻ്റെ ഒരു യൂസർ ഫ്രണ്ട്ലി ആണ് എനിക്ക് ഭയങ്കരമായിട്ട് നെഗറ്റീവായിട്ട് തോന്നിയത്. രണ്ടാമതെന്ന് വെച്ചാൽ ഇതിൻ്റെ ആപ്പ് സപ്പോർട്ട് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ സപ്പോർട്ട് ഭയങ്കര എക്സ്പെൻസീവാണ്, ഒടുക്കത്തെ എക്സ്പെൻസീവാണ്, എല്ലാത്തിനും ചാർജാണ്. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത് ഫിലിമോറൊക്കെയാണ്. അപ്പോൾ ആ ഫിലിമോറയുടെ സെയിം സാധനത്തിന് macOSൻ്റെ വെർഷൻ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ട്രിപ്പിളും ഡബിളും ഒക്കെ പ്രൈസ് വരുന്നത്. ഞാൻ ആക്ച്വലി ആമസോണിൽ നിന്ന് വാങ്ങിച്ചായിരുന്നു വിൻഡോസ് വെർഷൻ, അതും ലൈഫ് ടൈം വാലിഡിറ്റി ആയിട്ട്. അതെനിക്ക് ഓൾമോസ്റ്റ് ഒരു 4000 രൂപയ്ക്ക് സംതിങ് അതിനാന്നുള്ളൂ. അതേ സെയിം സാധനം ഇതിൽ നമുക്ക് ഒരു മാസത്തേക്ക് 4000 രൂപ. അതാണ് അവസ്ഥ. അപ്പോൾ നിങ്ങൾ എഡിറ്റിംഗ് സംഭവത്തിനൊക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇതിന് സോഫ്റ്റ്വെയർ സപ്പോർട്ട് വേറെ നിങ്ങൾ സെപ്പറേറ്റ് വാങ്ങിക്കേണ്ടി വരും. ഇപ്പോൾ അഡോബിൻ്റെ സാധനമൊക്കെ പ്രീമിയം പ്രോ ഒക്കെ വാങ്ങിക്കാൻ പോയി കഴിഞ്ഞാൽ 24,000 രൂപയ്ക്കാണ് ഇതിൻ്റെ. അപ്പോൾ അത് വണ്ടാര ഒരു നെഗറ്റീവാണ്. എന്നുവെച്ചാൽ ഇത്രയ്ക്കും യൂസർ ഫ്രണ്ട്ലി അല്ല, ഇത്രയ്ക്കും എക്സ്പെൻസീവായ സാധനം, അല്ലെങ്കിൽ നിങ്ങൾ വേണമെങ്കിൽ വല്ല ഒരു എന്താ പറയുക സിനിമാറ്റിക് വർക്ക് ചെയ്യണോ അല്ലെങ്കിൽ പ്രൊഫഷണൽ ആയിട്ടുള്ള സംഭവത്തിലേക്കൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് അത് ചിലപ്പോൾ ആ പ്രൈസ് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് ഒരു വാല്യൂ ആയിട്ട് വരുമായിരിക്കും. പക്ഷേ അല്ലാത്തവർക്ക് അത് ഭയങ്കര നെഗറ്റീവാണ് കേട്ടോ. ഇതിൻ്റെ സോഫ്റ്റ്വെയർ സപ്പോർട്ട് നല്ലതാണ്. സോഫ്റ്റ്വെയറിൻ്റെ പ്രൈസുകൾ ഭയങ്കര ഒരു ബോറ് പരിപാടിയാണ്. ഫ്രീ സോഫ്റ്റ്വെയർ ഭയങ്കര ലിമിറ്റഡാണ്. എന്ന് പറഞ്ഞാൽ ഭയങ്കര ലിമിറ്റഡാണ്. ഒരു എന്താ പറയുക വിൻറാർ എക്സ്ട്രാക്ട് ചെയ്യാനുള്ള സോഫ്റ്റ്വെയർ പോലും നമുക്ക് ഫ്രീ കിട്ടാൻ ഭയങ്കര പാടാണ്. അപ്പോൾ അത്രയ്ക്കും സോഫ്റ്റ്വെയർ ലിമിറ്റേഷൻസ് ഉണ്ട് സാധനത്തിന്. അതൊരു ഭയങ്കര നെഗറ്റീവ് തന്നെയാണ് കേട്ടോ. സാധാരണക്കാരുടെ ഇതിൽ ഞാൻ പറഞ്ഞത്, നമ്മുടെ വലിയ ആൾക്കാരായ സംഭവത്തിലെല്ലാം പറയുന്നത് കേട്ടോ. പിന്നെ നെഗറ്റീവായിട്ട് എനിക്ക് തോന്നിയത് ഇതൊക്കെയാണ് ശരിക്കും മെയിനായിട്ടുള്ള നെഗറ്റീവ് എന്ന് പറയുന്നത്. ശരിക്കും മെയിൻ ഹൈലൈറ്റ് നെഗറ്റീവ് ഇത് തന്നെയാണ്. അതായത് ശരിക്കും ഇങ്ങനത്തെ ഒരു ഡിവൈസിലേക്ക് ഇത്രയ്ക്കും ഫീച്ചേഴ്സും സംഭവങ്ങളൊക്കെ ആയിട്ടൊരു വിൻഡോസ് ഡിവൈസ് വന്നാൽ അത് പണ്ടാര ഹിറ്റായിരിക്കും. എന്ന് വെച്ചാൽ അത്രയ്ക്കും ഞാൻ നേരത്തെ പറഞ്ഞ പ്ലസ് പോയിന്റ്സ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ ആയിട്ടൊരു വിൻഡോസ് ഡിവൈസ് വന്നിട്ടുണ്ടല്ലോ, അത് ഭയങ്കര ഹിറ്റായിരിക്കും. എനിക്കിതിൽ ആക്ച്വലി ഇഷ്ടപ്പെടാഞ്ഞത് ഞാൻ നേരത്തെ പറഞ്ഞ 2 പോയിന്റ്സുകളാണ് മെയിനായിട്ട് വന്നിരിക്കുന്നത്. പിന്നെ ഉണ്ടാകുന്നു ചെറുതായിട്ട്, പക്ഷേ പിന്നെയുള്ളതാണ് പോർട്ടേ ഇല്ല. ആകെ 2 പോർട്ടുള്ളൂ. അതിൽ ഇതിൻ്റെ എന്താ പറയുക കണക്ടേഴ്സ് സെപ്പറേറ്റ് വേറെ ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ മോണിറ്ററിലേക്ക് സംഭവത്തിലേക്ക് കണക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് ഒരു വേറെ നെഗറ്റീവാണ്. നമുക്കെന്താ വെച്ചാൽ 2 Type-C പോർട്ട് മാത്രമേ ഉള്ളൂ. അതിൽ നമുക്ക് ചാർജ് ചെയ്യാനും വേണമെങ്കിൽ സെപ്പറേറ്റ് മറ്റേ സാധനം കുത്താനും ഉപയോഗിക്കണം. പിന്നെ ഇവിടെ ഒരു 3.5 ജാക്ക് വരുന്നുണ്ട്, അത് മാത്രമേ ഉള്ളൂ കേട്ടോ. പിന്നെ ഇതിന് ഹീറ്റ് വേൺസോ സംഭവങ്ങളൊന്നുമില്ല, ഹീറ്റ് ആവണ പരിപാടിയൊന്നുമില്ല. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ കിടുക തന്നെയാണ് കേട്ടോ, അത് വേറെ പറയാനൊന്നുമില്ല. ഇതിൻ്റെ ഫീച്ചേഴ്സ്, ഇതിൻ്റെ ബിൽഡ് ക്വാളിറ്റി അതൊക്കെ ഒരു പ്ലസ് തന്നെയാണ്. ഒടുക്കത്തെ ബിൽഡ് ക്വാളിറ്റിയാണ്, ഫുൾ മെറ്റാൽ ഫിനിഷാണ്, ഹീറ്റ് ആവേ ഇല്ല കേട്ടോ. അതുപോലെ തന്നെ നമുക്കിത് വേണമെങ്കിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ വേണമെങ്കിൽ അടച്ചു വയ്ക്കാം. ഷട്ട് ഡൗൺ ചെയ്യേണ്ട ഒരു ആവശ്യമൊന്നുമില്ല. അല്ലാണ്ട് തന്നെ സുഖമായിട്ട് കുറേ നേരം ബാക്കപ്പ് കിട്ടും. പെട്ടെന്ന് ഫാസ്റ്റാണ്. ഇതിൻ്റെ M1 ചിപ്പാണ് വരുന്നത്, നമുക്കറിയായിരിക്കും. നല്ല ഫാസ്റ്റ് ബയോണ്. ഇത് ആക്ച്വലി M1 ചിപ്പ് എന്ന് പറയുന്ന ഒരു മൊബൈൽ പ്രൊസസ്സറാണ്. അതുകൊണ്ട് തന്നെ അതിന് ഇത്രയ്ക്കും എന്താ പറയുക, ഇപ്പോൾ തന്നെ കയ്യിൽ നിന്ന് പോയി തന്നെ അതുകൊണ്ട് തന്നെയാണ് അതിന് ഇത്രയ്ക്കും എന്താ പറയുക ബാക്കപ്പും അതുപോലെ തന്നെ പെർഫോമൻസ് കൊണ്ട് കൂടാനൊക്കെ സാധിക്കുന്നത് തന്നെ. പിന്നെ നിങ്ങൾക്കറിയാം അതിന് ഹീറ്റ് വെൻസ് സംഭവം, നിങ്ങൾക്കറിയാം മാക്ബുക്കിന് ഹീറ്റ് വെൻസ് സംഭവങ്ങളൊന്നുമില്ല. അത് ഹീറ്റ് ആവണില്ല, അതൊക്കെ ഒരു ടെക്നോളജി ഒരു സംഭവം തന്നെയാണ്. പിന്നെ ഒരു നെഗറ്റീവ് എന്ന് പറയുന്നത് ഭയങ്കര മെയിൻ്റനൻസ് ചാർജാണ്. എന്തെങ്കിലും ഒരു ചെറിയ സംഭവങ്ങൾ പറ്റിക്കഴിഞ്ഞാൽ അവർ ഫുൾ പീസായിട്ടാണ് മാറ്റുക. അതായത് ഒരു മോട്ടറിൻ്റെ ക്രാക്ക് വന്നു കഴിഞ്ഞാൽ ആ മോട്ടറിൻ്റെ ഫുൾ ഭാഗം മാറ്റും. അപ്പോൾ അത്രയ്ക്കും ചാർജ് 50,000-40,000 ചാർജ് വരും. അതാണ് എൻ്റെ ഒരു വേറെ കുഴപ്പം. അപ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് തോന്നണമെങ്കിൽ നമുക്ക് അവരുടെ +Care+ പ്ലാൻ എടുക്കണം. അതിനൊരു 10,000-20,000 രൂപ എക്സ്ട്രാ വരും. അപ്പോൾ അതൊക്കെ വെച്ച് നോക്കുമ്പോൾ നല്ല എക്സ്പെൻസീവാണ്. ബാക്കിയുള്ള നോർമൽ വിൻഡോസ് ലാപ്പ് എടുക്കായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പ്രൊഫഷണൽ ആളുകൾക്ക് വേണമെങ്കിൽ എടുക്കാം കേട്ടോ. ഞാൻ ആക്ച്വലി ഇപ്പോൾ ഉപയോഗിക്കുന്നത് ഞാൻ ആക്ച്വലി എടുത്തത് നമുക്ക് ചെറുതായിട്ട് വീഡിയോ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ടാണ് എടുത്തത്. പക്ഷേ ഞാനിപ്പോൾ ഉപയോഗിക്കുന്നത് ഓഫീസ് പർപ്പസിന് മാത്രമായിട്ടാണ്. ഇപ്പോൾ എൻ്റെ ഒരു ഓഫീസ് ലാപ്ടോപ്പാക്കി ഞാൻ അത് മാറ്റി. അപ്പോൾ എൻ്റെ ഓൾറെഡി ഡെസ്ക്ടോപ്പ് ഞാൻ നമ്മുടെ യൂട്യൂബ് വീഡിയോസിൻ്റെ സംഭവത്തിന് ഉപയോഗിക്കുന്നുണ്ട്. നമുക്ക് ഗെയിമിംഗ് ലാപ്ടോപ്പ് ഉണ്ട്, അതിൽ ഞാൻ അത്യാവശ്യം ചെറുതായിട്ട് ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ ഇത് ഞാൻ ഫുള്ളി ഓഫീസിന് കൊടുത്തു, ഓഫീസ് പർപ്പസിന് മാത്രമാക്കിയത്. ആ സംഭവത്തിലൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല സംഭവം എന്ന് വെച്ചാൽ ഭയങ്കര ഫാസ്റ്റാണ്, ഭയങ്കര ബാക്കപ്പ് ഉണ്ട്. ഓഫീസ് യൂസിനൊക്കെ ആകുമ്പോൾ അതൊക്കെയാണ് നമുക്ക് വേണ്ടത്. അതുപോലെ തന്നെ നിങ്ങളിപ്പോൾ അത്യാവശ്യം ട്രാവൽ ചെയ്യുന്ന ഒരാളാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം മെയിൽ നോക്കാനും അതുപോലെ തന്നെ എഡിറ്റിംഗ് സംഭവങ്ങളൊക്കെ ചെയ്യാൻ എന്നാലും കുഴപ്പമൊന്നുമില്ല. പക്ഷേ ഞാൻ പറഞ്ഞല്ലോ സോഫ്റ്റ്വെയർ കുഴപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഇമെയിൽ ചെയ്യാനും അതുപോലെ തന്നെ ഇമെയിൽ റിപ്ലൈ കൊടുക്കാനും മൈക്രോസോഫ്റ്റ് എക്സൽ അങ്ങനെ സംഭവങ്ങൾ, അതുപോലെ തന്നെ ഫോട്ടോസ് എടുത്ത് നോക്കാനും ഫോട്ടോസ് എഡിറ്റിംഗ് ചെയ്യാനും അതിനൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓൺ ദ ഗോനൊക്കെ ആണെങ്കിൽ നമുക്ക് കിടു സാധനം എന്ന് വെച്ചാൽ അത്രയ്ക്കും ബാക്കപ്പ് ഇടുന്നുണ്ട്, അത്രയും ലൈറ്റ് വെയിറ്റ് ആണ്. അതൊക്കെ അതിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ്. അതിന് ആക്ച്വലി അതിൻ്റെ ഒരു റീപ്ലേസ്മെൻറ്റ് ഓൾട്ടർനേറ്റീവ് നോക്കിക്കഴിഞ്ഞാൽ കിട്ടില്ല. അപ്പോൾ ഇത് 13.3 സൈസിൻ്റെ ഒരു പ്ലസ് പോയിന്റ് തന്നെ അത് ഭയങ്കര പോർട്ടബിളാണ്. അതായത് നമുക്ക് ഒരു ടാബ്ലറ്റ് കൊണ്ടുപോകുന്ന പോലെ സാധനം കൊണ്ടുപോകാൻ വേണമെങ്കിൽ അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഞാൻ അതിൻ്റെ കുറേ കേസും സംഭവങ്ങളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. നമുക്ക്
പ്രൊട്ടക്ഷൻ കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോർമലി ആദ്യമായിട്ട് 2 ടൈപ്പ് ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. ഒരു ഞാൻ എടുത്ത് കാണിച്ചു തരാം. ജസ്റ്റ് ഞാൻ ഇവിടേക്ക് മാറ്റി വെച്ചിരിക്കണം. ഇതാണ് ഞാൻ ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ഒരു കേസ്. ഇതിൻ്റെ അതൊരു എയർ കേസ് എന്ന ബ്രാൻഡാണ്. ഇതിൻ്റെ അല്ല, ഇത് മാക്ബുക്കിൻ്റെ ആണ്, നമ്മൾ അസൂസിൻ്റെയാണ്, അതാണ് വലുത്. ഇത് ഞാൻ അസൂസിൻ്റെ നമ്മുടെ ടഫ് ഗെയിമിംഗ് ലാപ്ടോപ്പിന് വാങ്ങിച്ചിരിക്കുന്നതാണ്. എന്താ വെച്ചാൽ പൊടി സംഭവങ്ങളൊന്നും കയറാൻ പാടില്ല. അപ്പോൾ ഞാൻ ഇതിലെടുത്ത് വെച്ചിരിക്കും. ഇത് അത്യാവശ്യം കുഷൻ സംഭവങ്ങളൊക്കെ വരുന്നതാണ്. പിന്നെ ഉപയോഗിക്കുന്ന ഒരു പുതിയ വാങ്ങിച്ചാണ് സ്പോക്കിൻ്റെ ഒരു ഹാർഡ് കേസ്. ഇത് നമ്മുടെ മാക്ബുക്ക് തന്നെയാണ്. അപ്പോൾ ഇതിലിട്ട് വെച്ചാൽ സുഖമായിട്ട് ഇത് നിലത്ത് വീണാൽ തന്നെ ഒന്നും പറ്റാത്തൊരു കേസാണ് കേട്ടോ. നമുക്ക് ഭയങ്കര പാഡിങ്ങും സംഭവങ്ങളൊക്കെ വരുന്നതാണ് ഇതിൽ. ഇവിടെ നമുക്ക് മാക്ബുക്ക് എടുത്ത് വയ്ക്കാം. ഇവിടെ അത്യാവശ്യം ചെറുത് പേപ്പേഴ്സും അതുപോലെ തന്നെ വയേഴ്സും സംഭവങ്ങളൊക്കെ വയ്ക്കാം. അത് നോക്കുമ്പോൾ ഇതിനൊരു 1000 രൂപ റേഞ്ചൊക്കെ നമുക്ക് പ്രൈസ് വരുന്നുള്ളൂ. അതൊരു വെറുത്ത സംഭവം തന്നെയാണ്. എന്ന് വെച്ചാൽ നമ്മുടെ ഇന്ന് ഇപ്പോൾ ട്രാവലിംഗ് ചെയ്യുന്ന സമയത്തൊക്കെ നിലത്ത് വീണാൽ തന്നെ ഒന്നും പറ്റില്ല. അതപ്പോൾ ഡബിൾ പ്രൊട്ടക്ഷൻ തരുന്ന ഒരു കേസ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം. ഈ കേസിന് അത്രയ്ക്കും കിട്ടില്ല. ഈ കേസ് വേണമെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഡസ്റ്റ് പ്രൊട്ടക്ഷനൊക്കെ വേണമെങ്കിൽ ഉപയോഗിക്കാൻ മാത്രം, സ്ക്രാച്ച് പ്രൊട്ടക്ഷൻ ഉപയോഗിക്കാൻ മാത്രം. ഇത് പക്ഷേ നമുക്ക് നിലത്ത് വീണാലും ഉപയോഗിക്കാൻ പറ്റും. ബാക്കിയുള്ളതും ഇൻക്ലൂഡാണ് വിത്ത് എന്താ പറയുക, നമ്മുടെ ഒരു ഇതുപോലെ നമ്മുടെ സ്പീച്ചിൻ്റെ കേസൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നിലത്ത് വീണൊന്നും പറ്റില്ല എന്നൊക്കെ പറയില്ല. അതുപോലെയാണ് സംഭവം കേട്ടോ. അപ്പോൾ ഇതും വേണമെങ്കിൽ നിങ്ങളൊരു മാക്ബുക്ക് യൂസർ ആണെങ്കിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എന്ന് വെച്ചാൽ വലിയ ഒരു 15 ഇഞ്ചിൻ്റെ എബോ ഉള്ള ലാപ്ടോപ്പിനാണെങ്കിൽ ഈ സംഭവം കിട്ടില്ല, അവൈലബിൾ അല്ല. 13 to 14 ഇഞ്ച് വരെ നമുക്കിത് കിട്ടുള്ളൂ ഈ സൈസ് ഇട്ടാൽ. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഞാൻ താഴെ കൊടുക്കാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മൾ ആമസോണിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പറഞ്ഞല്ലോ ഒരു 1000 രൂപ 999 രൂപ റേഞ്ചൊക്കെ പ്രൈസ് വരുന്നത്. അപ്പോൾ ഒരു വെറുത്ത സംഭവം തന്നെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോ അതിൻ്റെ ചെയ്യാൻ വീഡിയോ ഷൂട്ട് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട. ചാനൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട. എന്തായാലും സംശയിക്കേണ്ട കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. നമ്മളെല്ലാ കമൻറ്റും കൊടുക്കുന്നതാണ്. ബൈ.